നമസ്കാരം ചങ്ങായിമാരെ, ഇത് ആന്തൂർ പുതിയ ഭഗവതി ക്ഷേത്രം. കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളൊരു ഗ്രാമത്തിലാണ് ഈ ഒരു ക്ഷേത്രം. ഫെബ്രുവരി 26 വ്യാഴാഴ്ച, അതായത് ഇന്നത്തെ ദിവസം 7ാം ദിവസമാണ്, കളിയാട്ടത്തിൻ്റെ സമാപന ദിവസം. ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഞാൻ കടന്നു വരുന്ന സമയത്ത് പുലിയൂർ കാളിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഉഗ്രരൂപിയായ ഒരു തെയ്യമാണ് ഈ പുലിയൂർ കാളി. പുലികണ്ഠനും, അതായത് മഹാദേവനാണ് ശിവൻ, അതേപോലെ പുള്ളിക്കരിങ്കാലിക്കും പാർവതി ദേവിക്കും ജനിച്ച ഏക പെൺപുലിയാണ് പുലിയൂർ കാളി. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു ആന്തൂർ പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ വരാൻ സാധിച്ചത്. ഈ ഒരു ആന്തൂർ ഗ്രാമത്തിലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൻ്റെ പുറത്ത് പ്രവാസികളായിട്ടും പല സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. ഈ ഒരു ഉത്സവം ആവുന്ന സമയത്ത് എല്ലാവരും ഇവിടെ എത്തിച്ചേരും കേട്ടോ. പുറത്ത് നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ ഒരു ചൂടിന്ന് മോചനമായിട്ട് തണ്ണീർ പന്തൽ CB തളിയിൽ പ്രവാസി കൂട്ടായ്മയുടെ വക ബത്തക്ക ജ്യൂസ് വലിയൊരു ആശ്വാസമായി കേട്ടോ. ഈ ഒരു വലിയ തമ്പുരാട്ടിയുടെ ഒരുക്കത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും. വലിയ മുടിയൊക്കെ ആയിട്ടുള്ള മരക്കലത്തമ്മ തമ്പുരാട്ടിയുടെ ഈ ഒരു രൂപം ഉണ്ടല്ലോ, എത്ര മനോഹരമായിരുന്നു അറിയാം കാണാൻ. നമ്മളെ കണ്ണൂരിലെ തെയ്യത്തിന് ജാതിയും മതമൊന്നും ഇല്ലാതെ തെളിവാക്കുന്ന ഒരു തെയ്യം കൂടിയായിരുന്നു ഇവിടെ നടന്നത്. കേരള സ്റ്റോറിയൊക്കെ ഇറക്കിയിട്ട് മനുഷ്യനെ മതത്തിൻ്റെ പേരിൽ തമ്മിലടിപ്പിക്കുന്നവർ കാണേണ്ട ഒരു തെയ്യം തന്നെ. ഈ ഒരു വലിയ തമ്പുരാട്ടി തെയ്യത്തിന് ഹിന്ദുവിൻ്റെയും ഇസ്ലാമിൻ്റെയും വലിയൊരു കഥയുണ്ട് പിന്നിൽ. മാപ്പിള പൊറാട്ട് എന്ന് പറയും. അതായത് വലിയ തമ്പുരാട്ടിക്ക് തോണി തുഴഞ്ഞുകൊണ്ട് വഴി കാട്ടിക്കൊടുത്ത ഒരു വലിയൊരു കഥ. നമ്മൾ കണ്ണൂരുകാരിങ്ങനെയാണ്, നമുക്ക് ജാതിയും മതമൊന്നുമില്ല.